ഇന്നസെന്റിന് വിട. മലയാളത്തിൻ്റെ പ്രിയ നടൻ ഇന്നസെന്റിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കേരളം. ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആയിരങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാൻ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന അഭിനയ പ്രതിഭയുടെ ഓർമ്മയിലാണ് മലയാളികൾ. വർഷത്തെ ഓർമ്മകൾ ബാക്കിയാക്കി കർമ്മഭൂമികയായ കൊച്ചിയോട് ഇന്നസെന്റ് വിട പറഞ്ഞു. ഉറ്റ സുഹൃത്തുക്കളുടെ അകമ്പടിയോടെ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും രാവിലെ 8:30 മണിയോടെയാണ് ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ചത്. മന്ത്രിമാരായ പി രാജീവ്, കെ രാജൻ, ആർ ബിന്ദു തുടങ്ങിയവരും സിനിമയിലെ വിപുലമായ താരനിരയും ഭൗതിക ശരീരം ഏറ്റുവാങ്ങി. കഴിഞ്ഞ 10 വർഷമായി ജീവിതത്തിനോടുള്ള ഒടുങ്ങാത്ത ദാഹം കൊണ്ട് ഇന്നച്ചേട്ടൻ എല്ലാ മരണത്തിന്റെ മുഹൂർത്തങ്ങളെ അതിജീവിച്ചു. ആ പ്രതീക്ഷ വീണ്ടും മലയാളിക്കുണ്ടായിരുന്നു. മാരകമായ രോഗവും മരണവും എല്ലാം അതിനെയൊക്കെ വളരെ ഗൗരവത്തോടെ മാത്രം കണ്ട് നിരാശയിലേക്ക് പോകുമായിരുന്ന ആളുകളുടെ മുമ്പിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ അദ്ദേഹം പഠിപ്പിക്കുന്നതാണ്. എത്രയോ വർഷം ഓർമ്മിക്കാൻ വേണ്ടി, ചിരിക്കാനും വേണ്ടി വന്നിട്ടാണ് ഇന്നസെന്റ് പോയത്. ആ പോക്ക് വല്ലാത്തൊരു മലയാളിയുടെ മനസ്സിൽ മുഴുവൻ നൊമ്പരം വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ചിരി മാത്രമല്ല, അദ്ദേഹം ഒരു ചിന്തകനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം ഓരോ തമാശയ്ക്കുള്ളിലും അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആഴമേറിയ ചില ചിന്തകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയവർ വിങ്ങലടക്കാൻ പാടുപെട്ടു. നൂറുകണക്കിന് സാധാരണക്കാരാണ് പ്രിയ നടന് അവസാനമായി കാണാൻ എത്തിയത്. 11:45 പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ മൃതദേഹം വിലാപയാത്രയായി ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് 18 കൊച്ചി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കുന്നത്? ഇതുവരെ വളരെ ശരിയാ. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുക. അവിടെ നിന്നും CB അനുമോദ് ചേരുന്നു. അനുമോദ്, എത്ര സമയം വരെ പൊതുദർശനം ഉണ്ടാകും? വലിയ ആൾക്കൂട്ടം അവിടെ വരും എന്ന കാര്യം ഉറപ്പാണ്. ആളുകൾക്ക് എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അത് ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ എത്രമാത്രം പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? നമുക്കറിയാം, നിശ്ചയിച്ചതിലും വൈകിയാണ് എറണാകുളത്തും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ടൗൺ ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ടൗൺ ഹാളിന് പുറത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ വെയിലത്തും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇരിങ്ങാലക്കുടയിലെ നിവാസികൾ, ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിന് ഇന്നസെന്റിൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിലെ MLA മാർ, മുൻ ജനപ്രതിനിധികൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ
സാംസ്കാരിക രംഗത്തെ ഒപ്പം സിനിമാ മേഖലയിലെ പ്രമുഖർ ഈ സമയത്തിനകം ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യൻ അന്തിക്കാട്, CB തോമസ് തുടങ്ങിയ അവരൊക്കെ തന്നെ ഒരു വാക്ക് അനുസ്മരണം പോലും നൽകാൻ കഴിയാത്തത്ര വിഷമത്തിൽ, സങ്കടത്തിൽ ആണ് ഇരിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അത്രമാത്രം ഹൃദയബന്ധമുള്ള, വൈകാരിക അടുപ്പമുള്ള, ഇഴയടുപ്പമുള്ള വ്യക്തിത്വമാണ് ഇന്നസെൻ്റ്. ഇവർക്കെല്ലാം ഈ ഒരു നാടിൻ്റെ ജനപ്രതിനിധി. ഇദ്ദേഹം ഇരിങ്ങാലക്കുടയിൽ മണ്ഡലത്തിലായിരുന്നില്ല, ചാലക്കുടി മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നില്ല. ഇരിങ്ങാലക്കുട മണ്ഡലം അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്നസെൻ്റ് ഇവരുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട, ഏറ്റവും ബന്ധമുള്ള, ഒരു സഹോദര തുല്യം സ്നേഹം തോന്നുന്ന, അത്രമാത്രം ഇഴയടക്കമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കിക്കണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകാൻ ഈ നാട് ഒന്നടങ്കം കാത്തു നിൽക്കുന്നതിൻ്റെ കാഴ്ചയാണ് ടൗൺ ഹാളിന് മുൻപിൽ നമ്മൾ കാണുന്നത്. ഇന്നസെൻ്റിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിയതിന് ശേഷമാകും ആളുകളെ ഉള്ളിലേക്ക് കടത്തി വിടുക, പ്രവേശിപ്പിക്കുക. വലിയ ഒരു തിരക്ക് തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയായതുകൊണ്ട് തന്നെ ഈ ടൗൺ ഹാളിലെ പൊതുദർശനവും അല്പസമയം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എത്രമാത്രം പൊതുദർശനം നീളാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്? പൊതുദർശനം അദ്ദേഹത്തിൻ്റെ ബോഡി എത്തിയതിന് ശേഷം ഒരു വലിയൊരു, ഇപ്പോൾ തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ 6 മണിയോടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റും എന്ന നിലയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അതിനേക്കാൾ നീണ്ട് ഇപ്പോൾ ഒരു വലിയ ജനസാഗരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്താറായിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ വലിയൊരു ജനസാഗരമാണ് ഒഴുകിയെത്തുന്നത്. പിന്നെ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സിനിമാ താരമല്ല. അദ്ദേഹം ഈ നാട്ടിലെ എല്ലാവരുടെ ഇടയിൽ ഒരു സിനിമാ താരത്തിൻ്റെ എല്ലാ ജാടകളും ഇല്ലാതെ തന്നെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ഒപ്പം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് ആവശ്യമായി കയറി ചെന്ന് പറയാൻ കഴിയുന്നതും അതിൻ്റെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടുകാരൻ, ഒരു ചങ്ങാതി, എല്ലാ പ്രായത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ചൊരു ചങ്ങാതി, ഒരു രസികനായിട്ടുള്ള രീതിയിൽ ഏത് വലിയ വിഷയത്തെയും രസികമായി എന്നാൽ അതിൻ്റെ ഗൗരവം ചോരാതെ തന്നെ കൈകാര്യം ചെയ്തു പോയിരുന്ന ഈ നാടിൻ്റെ ഒരു തുണയായിരുന്നു, ഒരു നേതാവുമായിരുന്നു, എല്ലാമായിരുന്നു അദ്ദേഹം. ഞങ്ങളെക്കുള്ള പൊതുപ്രവർത്തകർക്ക് എത്രമാത്രം അദ്ദേഹം ഒരു ആശാകേന്ദ്രം, ഒരു ആശ്വാസം ആയിട്ടുണ്ട്? ഇപ്പോൾ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടി പോലും ഏതൊരു സന്ദർഭത്തിലും ഏത് നിലയിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഇപ്പം ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് ചെറിയൊരു കാര്യം തൊട്ട് പറഞ്ഞാലും അദ്ദേഹം നിൽക്കുന്ന പൊസിഷൻ എന്ന നിലയിലല്ല അദ്ദേഹം അതിനെ കണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ഇരിങ്ങാലക്കുടക്കാരായിട്ടുള്ള ആളുകൾ ഓടിച്ചെന്നൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഏതറ്റം വരെയും വന്ന് കൂടെ നിൽക്കാവുന്ന ഒരു സ്ഥിതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ളത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘട്ടം വന്നാൽ തന്നെ ഏത് മേഖലയിലുള്ള ആളുകളെ വേണമെങ്കിലും അദ്ദേഹത്തിലൂടെ സംസാരിച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുമായിരുന്നു. ഏത് മേഖലയിലേക്ക് അദ്ദേഹത്തിനൊരു ആക്സസ് ഉണ്ടായിരുന്നു. അതാണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടത്. അതെ, എല്ലാത്തിനുമുള്ള ഒരു വലിയൊരു മാധ്യമമായിരുന്നു അദ്ദേഹം. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ജീവൻ ഇവിടെ CPM-ന്റെ പ്രാദേശിക ലോക്കൽ സെക്രട്ടറി കൂടിയാണ്. നമുക്ക് ആളുകളടുത്തേക്ക് അവരുടെ ഒരു പ്രതികരണം തേടേണ്ടതുണ്ട്. അവർക്ക് ഒരുപാട് മണിക്കൂറായി. ചേച്ചി കുറേ നേരമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഈ വെയിൽ കൊണ്ടിട്ടും എത്രമാത്രം അടുപ്പമുണ്ട് ഇന്നസെന്റ് സാർ എന്ന് പറഞ്ഞാൽ, ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ അഭിമാനമാണ്. പിന്നെ തൃശ്ശൂരിൻ്റെയും. പിന്നെ അതുപോലൊരു ഹാസ്യ നടൻ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒന്ന് വരാൻ ഇത്തിരി നോക്കേണ്ട വരും. ഉണ്ടാവാൻ പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പില്ല. അതുപോലെയുള്ള ആളാണ് ഇന്നസെന്റ് ഏട്ടൻ. ഞാൻ ഇരിങ്ങാലക്കുടക്കാരനല്ല, ഇടംതിരിഞ്ഞാണ്. പക്ഷെ എന്നാലും നമ്മളൊക്കെ ചെറുപ്പത്തിലേ കണ്ട് വളർന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് അടർവാസി, ശങ്കരാടി, ആ ഒരു ഗ്രൂപ്പിൽ ഇന്നസെന്റ്, ജഗതി, അതിലൊരു ആള് നഷ്ടം. അപ്പോൾ വലിയ നഷ്ടം തന്നെയാണ്, സങ്കടം. കാണാൻ ആഗ്രഹിച്ചിരിക്കണം. നമ്മുടെ ചെറുപ്പം, നമ്മുടെ അയൽവാസിയാണ്. 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. വളരെ കാലം ഞങ്ങൾ ചെറുപ്പനും അടുപ്പാണ്. സാധാരണ ആൾ ഈ ഇരിഞ്ഞാലക്കുട ഈ ബസ് സ്റ്റാൻഡിൽ കിഴക്കേ ഭാഗത്ത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു, ചെറിയൊരു കൂടുതൽ സ്ഥലം. രാവിലെ വന്നാൽ കുറേ നേരം ഇരിക്കും. അങ്ങനെ വ്യക്തിയായിരുന്നു ആൾ. എല്ലാവരും പേരെടുത്ത് വിളിക്കുന്ന ഒരാളായിരുന്നു. ചേട്ടൻ്റെ ഓർമ്മകൾ എന്താ? അദ്ദേഹത്തോട് അത്ര അടുപ്പൊക്കെ ഉണ്ടായിരുന്നു? അത് അടുപ്പുണ്ടായിരുന്നു. എപ്പോൾ ഉണ്ടായാലും വിളിക്കും. അവളുടെ കൈകൊണ്ട് കാണിക്കാറുണ്ട്. സാധാരണയൊക്കെ MP എന്ന കാലത്ത് നമ്മൾ സ്ഥിരം വരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് ഈ അസുഖം ബാധിച്ചതിന് ശേഷം ഞങ്ങൾ വരവ് കുറവാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ദുഃഖം രേഖപ്പെടുത്തുന്നു. വലിയ ദുഃഖത്തിലാണ് ചേട്ടൻ. എങ്ങനെയാണ്? ഞാൻ കല്ലേറ്റുകാരനാണ്.
പക്ഷേ ആളെ ഞാനൊരു നല്ല വ്യക്തിയാണ്. അവിടെ കല്ലേറ്റ് പള്ളി ആളെ പെങ്ങളുടെ വീട് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് വരാറുണ്ട്, പള്ളി പെരുന്നാൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ അവസാനമായിട്ട് വെയിലത്താണെങ്കിൽ അദ്ദേഹത്തെ നോക്കി കാണാനുള്ളൊരു കാത്തിരിപ്പിലാണ്. നമുക്ക് ഈ ഒരു ജനങ്ങളുടെ കാത്തിരിപ്പ് ഈ നട്ടുച്ചയിലും നീളുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചന ആണ് നമുക്ക് ലഭിക്കുന്നത്. അനൗൺസ്മെൻറ്റ് വാഹനം കടന്നുപോയിരിക്കുന്നു. പോലീസ് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തന്നെ ടൗൺ ഹാളിന് പുറത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അനുമോദ്, എല്ലാവരുടെയും കണ്ണുകളിൽ നമുക്ക് ആ ദുഃഖം കാണാൻ കഴിയും. അനുമോദ് സംസാരിക്കുന്ന എല്ലാ ആളുകളും വളരെ വേദനയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ തടിച്ച് കൂടിയിരിക്കുന്നത് എന്ന് വ്യക്തം. ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തെ എത്രമാത്രം സ്പർശിച്ചു എന്ന് വ്യക്തമാണ്. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. അനുമോദ്, ആ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രതീക്ഷിച്ച സമയം വൈകുന്നേരം 6 മണിയോടുകൂടിയാണെങ്കിലും അതിനപ്പുറത്തേക്ക് ഇത് നീളും എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അവിടെ ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ? ഇപ്പോൾ തന്നെ ഭൗതിക ശരീരം നേരെ ഈ അതിനുവേണ്ടി തയ്യാറാക്കിയ സജ്ജമാക്കിയ സ്ഥലത്തേക്ക് മാറ്റില്ലേ? എന്തൊക്കെയാണ്, എത്ര പെട്ടെന്ന് തന്നെ ആളുകൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാകും? വിലാപയാത്ര അനുഭവിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. കുടിയേറി ഇടവേള ഭാഗം ദിലീപ് തുടങ്ങിയവരെല്ലാം സിദ്ദിഖ് ഇവരെല്ലാം വിലാപയാത്രയെ അനുഗമിച്ച് വാഹനത്തിലുണ്ട്. അവരെല്ലാം ടൗൺ ഹാളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിന് മുൻപിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇന്നസെന്റിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പേടകം അല്പസമയത്തിനകം പുറത്തേക്ക് ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ഇറക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നേരത്തെ നിശ്ചയിച്ചതിലും 2 മണിക്കൂറിലധികം വൈകിയാണ് ഇന്നസെന്റിൻ്റെ ഭൗതിക ശരീരം ഇരിങ്ങാലക്കുടയിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ അതുകൊണ്ട് തന്നെ അധികം സമയം പൊതുദർശനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഒരുക്കങ്ങളാണ്.
നേരത്തെ ബസ് നേരെ ടൗൺ ഹാളിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് റോഡിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പേടകം വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാനാണ് ഇപ്പോൾ ശ്രമം. നമ്മൾക്ക് തത്സമയ ദൃശ്യങ്ങൾ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പേടകം പുറത്ത് ഇറക്കുകയാണ്. പേടകത്തിൻ്റെ മുകളിലെ ചില്ലുവാതിൽ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ അപ്പുറത്ത് പിടിക്കുന്ന
ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇരിഞ്ഞാലക്കുട ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി CB അനുമോദും അവിടെയുണ്ട്. CB അനുമോദ് അവിടെ ആളുകളുമായൊക്കെ സംസാരിച്ചു. എല്ലാവരും അഗാധമായ ദുഃഖത്തിലാണ്. അത്രമേൽ അടുപ്പമുള്ള ഒരു നാട്ടുകാരന്, ഒരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടതിൻ്റെ, ഒരു പ്രിയ നേതാവിന് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലൊക്കെയാണ് ആ നാട്. ചലച്ചിത്രതാരം എന്നതിനപ്പുറത്തേക്ക് വ്യക്തിബന്ധം സൂക്ഷിച്ച ഇന്നസെൻ്റ് നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തുമ്പോൾ ആ വ്യക്തിബന്ധത്തിൻ്റെ കഥയാണ് അവർക്കെല്ലാം പറയാൻ ഉള്ളത്. ഇന്നസെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റെ സപര്യ അത്രമാത്രം ആസ്വാദകരുടെ ഹൃദയങ്ങളിലൂടെ ആയിരുന്നു. ഈ 87 നാടോടിക്കാറ്റ് പുറത്തു വരുന്നതോടുകൂടി ഇന്നസെൻ്റ് മലയാളിയുടെ ആസ്വാദനത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമായി മാറി. നാടോടിക്കാറ്റിലെ ഇന്നസെൻറ്റിൻ്റെ വേഷം അത്രമാത്രം മലയാളികളെ സ്വാധീനിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ സർവകലാശാല പോലുള്ള സിനിമകളിൽ ഇന്നസെൻ്റ് തൻ്റേതായ ഒരു വ്യക്തിമുദ്ര 1987 തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു കായിക അധ്യാപകനായി എത്തിയ ഇന്നസെൻ്റ് ആ ചലച്ചിത്രത്തിൽ അത്രമാത്രം തൻ്റെ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഒട്ടനവധി ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം മലയാളിയുടെ ഹൃദയത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നസെൻറ്റിൻ്റെ ഓരോ വാക്കുകളും മലയാളിയെ ഇന്നും ചിരിപ്പിക്കുന്നു. മലയാളിയുടെ വേദന നിറഞ്ഞ നിമിഷങ്ങൾ എല്ലാം ഇന്നസെൻറ്റിൻ്റെ ഒരു തമാശ കേട്ടാൽ അവസാനിക്കുന്ന തരത്തിലേക്ക് വരെ എത്രയെത്ര കഥാപാത്രങ്ങളിലൂടെ കടലാസും കന്നാസും മുറുക്കുന്ന ഒരു സാധാരണക്കാരനിൽ നിന്ന് ഏറ്റവും കോടീശ്വരനായ മനുഷ്യൻ്റെ കഥാപാത്രങ്ങളെ വരെ അവതരിപ്പിച്ചു ഇന്നസെൻ്റ്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനായും അഭിഭാഷകനായും ഒക്കെ മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. തമാശകൾക്കിടയിൽ അദ്ദേഹം കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. വാർത്താസമ്മേളനങ്ങളിൽ ഓരോ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴും അദ്ദേഹം അതിനുള്ളിൽ തമാശയും ഒപ്പം കാര്യവും കരുതി വച്ചിരുന്നു. ഇന്നസെൻറ്റിനെ അത്രമാത്രം മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ഒരു നോക്ക് കാണാനാണ് ആയിരങ്ങൾ തടിച്ചുകൂടുന്നത്. ഈ വിലാപയാത്ര തുടങ്ങിയ ഘട്ടം മുതൽ അവിടെ വഴിയരികിൽ കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു നോക്ക് കാണാനും അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാനുമായി ആളുകൾ എല്ലായിടത്തും തടിച്ചുകൂടി നിന്നു. രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ, ചലച്ചിത്ര രംഗത്തെ പ്രവർത്തകനെന്ന നിലയിൽ, ഒപ്പം ചലച്ചിത്ര രംഗത്തിൻ്റെ കൂട്ടായ്മയുടെ നേതാവെന്ന നിലയിൽ, സംരംഭകരെന്ന നിലയിൽ, അങ്ങനെ എത്രയെത്ര രീതികളിലാണ് ഇന്നസെൻ്റ് മലയാളികൾക്കിടയിൽ ഇടം പിടിച്ചത്. അതിനൊക്കെ അപ്പുറത്തായിരുന്നു ക്യാൻസർ ബാധിതരായ ഓരോരുത്തർക്കും ഇന്നസെൻറ്റിന് അതിജീവിക്കാൻ കഴിഞ്ഞ ക്യാൻസറിനെ തങ്ങൾക്കും അതിജീവിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചിരിച്ചുകൊണ്ട് ഒരു വ്യാധിയെ നേരിടാൻ അദ്ദേഹം മലയാളിയെ പഠിപ്പിക്കുകയായിരുന്നു. മലയാളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അത്രമാത്രം വ്യാപകമായിരുന്നൊരു അസുഖത്തെ ഭയമില്ലാതെ നേരിടാൻ മലയാളി തുടങ്ങിയത് ഇന്നസെൻറ്റിൻ്റെ വാക്കുകൾ കേട്ടാണ്. തിരിച്ചു വരാനാകും ഈ അസുഖത്തിൽ നിന്ന് എന്ന് അദ്ദേഹം മലയാളിക്ക് ധൈര്യം പകർന്നു. ആ ധൈര്യമാണ് പലരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. എല്ലാം ചിരിച്ചുകൊണ്ട് ഇന്നസെൻ്റ് നേരിട്ടു. എപ്പോഴും തമാശകൾ പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടത്തെ പോലും തമാശയായി പറയാൻ കഴിയുന്ന ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിപ്പച്ചെറുപ്പമില്ലാതെ ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാവരെയും തുല്യരായി കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ചലച്ചിത്ര രംഗത്തെ ജാടകളില്ലാത്തൊരു മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ കാണാൻ കൂടി നിന്ന ആളുകൾ അനുസ്മരിക്കുമ്പോൾ അത് ഒരു വലിയ സത്യമാണ് എന്ന് എന്നെ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞതാണ്. അത്രമാത്രം അഗാധമായ ഒരു ബന്ധം ഇന്നസെൻറ്റുമായി മലയാളിക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും ഹാസ്യ നടൻ എന്ന രീതിയിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സ്വഭാവ നടൻ എന്ന രീതിയിലും ഇന്നസെൻ്റ് മലയാളിയുടെ മനസ്സിൽ സ്ഥായിയായ പ്രതിഷ്ഠ തേടിയിട്ടുണ്ട്. എത്രയോ സിനിമകൾ എണ്ണിയാലൊടുങ്ങാത്ത തരത്തിൽ ഇന്നസെൻറ്റിന്
മലയാളിയുടെ മനസ്സിൽ ഡയലോഗുകളായി ഇന്നസെൻ്റ് ജീവിക്കുകയും ചെയ്യും. കാരണം ഓരോ നിമിഷവും നമ്മുടെ വിഷമങ്ങൾ വരുന്നൊരു നിമിഷവും ഇന്നസെൻറ്റിൻ്റെ ഒരു ചെറിയ രംഗം കണ്ടാൽ മാത്രം മലയാളിക്ക് മതി അതിനെ അതിജീവിക്കാൻ. അതുപോലെ ഏറ്റവും ദുർഘടമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ബാധിച്ചവർക്കും ഇന്നസെൻ്റ് ഒരു ആശ്വാസമായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ ഇന്നസെൻ്റ് വന്നപ്പോൾ അതിന് ഒരു പ്രത്യേക കൗതുകം കൂടിയുണ്ടായി. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്നതിനപ്പുറത്ത് നിന്ന് ഇന്നസെൻ്റ് ജീവിത അനുഭവങ്ങൾ കൂടി അത്തരം വാർത്താ സമ്മേളനങ്ങളിൽ പങ്കുവച്ചു. ഇന്നസെൻറ്റിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ആയിരങ്ങൾ എത്തുമ്പോൾ ഈ നടന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് അതുതന്നെയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കും. പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സുന്ദരം വക്കീൽ ഇത് എന്ത് ഭാഷയായി പറയണ? മറുഭാഷയാ? അല്ല, തെറി ഭാഷ. തെറിയേ ഒരു 10-20 തെറി ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കോ. ആ ഹരികൃഷ്ണന്മാരാ, കാര്യമൊക്കെ ശരിയാ. കൊമ്പും തുമ്പിക്കൈയൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. പക്ഷെ തെറി കേൾക്കേണ്ട സമയത്ത് തെറി കേട്ട് വളർന്നില്ലെങ്കിൽ കൊമ്പും തുമ്പിക്കൈയും പോവും. ഞാൻ പറഞ്ഞേക്കാം. സുന്ദരം വക്കീൽ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് പറയാ. ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല മോനെ. ശരിക്കുള്ള ധാരണ എനിക്കുള്ള പെട്ടിരിക്കാനാണ്. എന്റെ മൂത്ത മോള് സിംഗപ്പൂരിന്ന് ഭർത്താവായിട്ട് വരുന്നുണ്ട്. 4 മാസം ഗർഭ. ആർക്ക്? ഭർത്താവിനല്ല. കോമഡി അടിച്ച് കളിക്കുക. എല്ലാവരും ഒന്ന് ചിരിച്ചേ, അല്ലെങ്കിൽ ഞാൻ തന്നെ ചിരിക്കാം. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കും? നുണുക്കു വിദ്യകളാൽ ഇതുവരെ വളരെ ശരി. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? താഴോട്ടു പോരും.